കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലവും നമുക്ക് ഒന്നിച്ച് ദൈവത്തിനായിരിക്കാൻ ദൈവം തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ദൈവം നമ്മളോട് ഇടപെടട്ടെ. കഴിഞ്ഞ നാളുകളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ തലമുറയിലൊക്കെ വെച്ച് നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഈ സ്ഥിരമായിട്ട് എപ്പിസോഡ് കാണുന്ന പ്രിയമുള്ളവർ, നിങ്ങളെല്ലാം ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകൽക്കാലവും പുതുതായിട്ട് ആരെങ്കിലും കടന്നു വന്ന് നിങ്ങളെ ഞാൻ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ചെറിയ വചനങ്ങൾ നമുക്ക് പഠിക്കാം, ധ്യാനിക്കാം, വചനപ്രകാരം നമുക്ക് ജീവിക്കാം. അങ്ങനെ ജീവിച്ചാൽ കർത്താവിൻ്റെ നിത്യതയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ, കർത്താവിനോട് വാസം ചെയ്യാൻ തക്കണം സ്വർഗം നമ്മെ ഇടയാക്കും. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ടൊരു വേദഭാഗത്തിൽ നിന്നുകൊണ്ട് പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. 1 പത്രോസ് 4:17-9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ കഴിയും. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ. അപ്പോൾ അപ്പോസ്തലനെ കുറിച്ച് കാരണം ക്രിസ്തുയേശുവിൻ്റെ നാമത്തെ പ്രതി കഷ്ടം സഹിക്കുന്ന നല്ലതെന്ന്, അവൻ്റെ നാമത്തെ പ്രതി കഷ്ടം സഹിക്കുന്നതൊക്കെ നല്ലതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിപ്രധാനമായിട്ട് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആ ദൈവമായിട്ട് ബന്ധപ്പെട്ട സഭയോടുള്ള വിഷയത്തിൽ പറയുന്നു. ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയം. എത്രയോ നാളുകളായിട്ട് ഇത് പറയുന്നു. നമ്മൾ വിചാരിക്കുന്നു ന്യായവിധി വരുന്നുണ്ടോ? പലപ്പോഴും ചെറുതും വലുതുമായിട്ടുള്ള ന്യായവിധികൾ ഈ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, അത് ദൈവഗൃഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. അത് നമ്മിൽ തുടങ്ങിയാൽ, അവിടെ പറയുന്നു ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താ? അപ്പോൾ ദൈവത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടും അതനുസരിക്കാത്ത ഗതി എന്താവും? നീതിമാൻ പ്രയാസേനയാണ് രക്ഷ പ്രാപിക്കുന്നത് എങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതിയാവും. അഭക്തന്മാരായി പോയാലും പാപിയായി പോയാലും ഇന്ന് പകൽക്കാലം ശ്രദ്ധയോടെ നമ്മുടെ ഗതി എന്ന് വളരെ ശ്രദ്ധിക്കണം പ്രിയമുള്ളവരെ. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മൾ ഈ നാളുകളായിരുന്നു. നമ്മുടെ ഇവിടെ പറയുന്നത് അതുകൊണ്ട് നമ്മൾ കഷ്ടം സഹിക്കുന്നവർ എന്താ ചെയ്യാൻ പറയുന്നത്? നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കണം. കർത്താവിൻ്റെ കയ്യിൽ നമ്മുടെ പ്രാണനെ ഏൽപ്പിക്കേണ്ടി വരും, നമ്മുടെ ആത്മാവിനെ കൊടുക്കേണ്ടി വരും. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ ഒരു അന്ത്യകാലത്തിലേക്ക് എത്തുമ്പോൾ ഒത്തിരി പ്രയാസങ്ങൾ, അപ്പോൾ അന്ത്യകാലത്തിൻ്റെ പീഡകളും കഷ്ടങ്ങളും പ്രയാസങ്ങളൊക്കെ വരുന്നതിനെക്കുറിച്ച് ഒത്തിരി നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുന്നു, ആലോചനകൾ കേൾക്കുന്നു. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്കെന്ത്, ഞാൻ എൻ്റെ ഈ മെസ്സേജിനകത്തൊക്കെ ഞാൻ വളരെ ആഗ്രഹിക്കുന്നത് ഒരു പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെ ചെയ്യും, എന്തു ചെയ്താൽ നമുക്ക് കർത്താവിനോടുകൂടെ വാസം ചെയ്യാൻ കഴിയും, എന്തു ചെയ്താൽ നമുക്ക് നിത്യത പ്രാപിപ്പാൻ കഴിയും, എങ്ങനെ നമ്മൾ ദൈനംദിനമായ ജീവിതത്തിൽ ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ നമ്മൾ ഈ വചനങ്ങൾ നമ്മൾ പഠിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെതായിട്ട് ബന്ധപ്പെട്ട് രണ്ടുപേരും, ഒന്ന് സ്റ്റെഫാനോസിൻ്റെ വിഷയവും യേശു കർത്താവിൻ്റെ 2 കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിപ്പാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി എടുക്കുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ സ്റ്റെഫാനോസ് വളരെ വ്യക്തമായിട്ട് അബ്രാഹാമിൻ്റെ മുതൽ വളരെ യേശു കർത്താവിൻ്റെ കാലം വരെയുള്ള സംഭവിച്ച എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറയുമ്പം ഈ സ്റ്റെഫാനോസിനെ കുറിച്ച് പറയുമ്പോൾ അവൻ്റെ മുഖം ദൈവദൂതനെ പോലെ കാണും, അത്രത്തോളം പ്രകാശിക്കണം, കൃപയിലും ദൈവശക്തിയിലും നിറഞ്ഞു നിന്ന സ്റ്റെഫാനോസ്. ആ സ്റ്റെഫാനോസിനെ കൊല്ലുന്ന അനുഭവം കണ്ടൊക്കെ ചില ഭാഗങ്ങൾ 7:54 വാക്യങ്ങൾ വായിക്കണം. അത് കേട്ടപ്പോൾ കാരണം പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ ഈ സ്റ്റെഫാനോസിനെ കൊല്ലാൻ നിൽക്കുന്ന അനുഭവം. അത് കാരണം ആ യേശു കർത്താവിനെ കുറിച്ച് യഹൂദന്മാരെ നിങ്ങൾ ചെയ്തത് നിങ്ങളുടെ അനീതിയും നിങ്ങളുടെ പ്രവർത്തികളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുമ്പോൾ അവിടെ പറയുന്ന ഭാഗങ്ങളല്ല. അത് കേട്ടപ്പോഴുന്ന അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലു കടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവം മഹത്വവും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് എന്ത് ചെയ്തു? അവർ ഉറക്കെ നിലവിളിച്ചു, ചെവി പൊത്തിക്കൊണ്ട് ഒന്നിച്ച് അവൻ്റെ നേരെ പാഞ്ഞു. അവനെ നഗരത്തിൽ നിന്ന് തള്ളി പുറത്താക്കി കല്ലെറിയാൻ തുടങ്ങി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നിൽക്കുന്ന എന്താ? യേശുവിനെ കാണുന്നു, സ്വർഗം തുറന്നിരിക്കുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്ത് പുത്രൻ യേശു നിൽക്കുന്ന കാണുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ സഹിക്കാൻ കഴിയുന്ന അവർ കോപപരവശരായി. അതിന് സാക്ഷികൾ തങ്ങളുടെ
വസ്ത്രം ശൗൽ എന്നൊരു ബാല്യക്കാരൻ്റെ കാൽക്കൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. കർത്താവ് യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ എന്ന് സ്റ്റേഫാനോസ് വിളിച്ചപേക്ഷിക്കൽ അവർ അവനെ കല്ലെറിഞ്ഞു. അപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് യേശുവേ എൻ്റെ ആത്മാവിനെ അപ്പോൾ സ്റ്റേഫാനോസ് എന്ത് ചെയ്തു? തൻ്റെ ആത്മാവിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. എന്നിട്ട് അവന് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, കർത്താവേ അവർക്ക് ഈ പാപം നിർത്തരുതേ എന്ന് ഉച്ചത്തിൽ നിലവിളിച്ചു. ഇത് പറഞ്ഞിട്ട് അവൻ നിദ്ര പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരും, കാരണം ആ പ്രാണനെ വിടുന്ന സമയത്ത് കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ സ്റ്റേഫാനോസ് നിദ്ര പ്രാപിപ്പാൻ ഇടയാക്കുന്നത്. കാരണം അന്ത്യകാലത്തെ കഷ്ടതകൾ വരുമ്പോൾ നമുക്ക് ഈ പ്രാണൻ എങ്ങനെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാൻ തക്കവണ്ണം ഇടയാക്കണം. ആ പീഡകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ, എന്ത് കാര്യങ്ങൾ നാം ചെയ്യണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ചില കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. അവിടെ നിന്നുകൊണ്ട് നമ്മൾ യേശു കർത്താവിൻ്റെ അവസ്ഥയിലേക്കൊന്ന് കടന്നു. യേശു കർത്താവിൻ്റെ ആ കാൽവറി ക്രൂശിലെ മരണവുമായിട്ട് ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് നോക്കാം. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം എടുക്കുമ്പം അതിൻ്റെ 45 വാക്യം നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്ത് എല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 മണി നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്താഗ്നി എന്ന് ഉറക്കെ നിലവിളിച്ച്, എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്നർത്ഥം. അവിടെ നിന്നവർ ചിലർ അത് കേട്ടിട്ട് എന്ത് ചെയ്തു? അവൻ ഏലിയാവിനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവർ ഒരുത്തൻ ഓടി ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ എന്ത് ചെയ്യും? നിൽക്ക, ഏലിയാവ് അവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. യേശു പിന്നെ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു. സ്റ്റേഫാനോസ് ചെയ്ത പോലെ ഉറക്കെ നിലവിളിച്ചു പ്രാണനെ വിട്ടു. അപ്പോൾ തിരശ്ശീല മേൽതൊട്ട് അടിയോളം 2 ചിന്തു. എന്നെ കേൾക്കുന്ന പ്രിയങ്ങളെ, കർത്താവും ഏൽപ്പിച്ചു കൊടുത്തതുപോലെ, സ്റ്റേഫാനോസ് ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ആ അനുഭവത്തിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി സ്റ്റേഫാനോസ് നിന്നു. സ്വർഗത്തേക്ക് നോക്കി, സ്വർഗം തുറന്നിരിക്കുന്നതും പിതാവിൻ്റെ വലത്ര യേശു കർത്താവ് ഇരിക്കുന്ന കണ്ടതുപോലെ യേശു കർത്താവ് കാണുന്നു. എൻ്റെ പിതാവിന് വേണ്ടി കാണാം. യേശു കർത്താവ് ഇത് രണ്ടും രണ്ടവസ്ഥ. യേശു കർത്താവ് ചെയ്തു എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് പരിഹാരമായി കാൽവരി നമുക്ക് വേണ്ടി പരമയാഗമായിട്ട് തരും. നമുക്ക് വേണ്ടിയാണ് കർത്താവ് ആ കാൽക്രൂശിൽ കിടന്നുകൊണ്ട് പെടയുന്ന ആ സമയത്ത് പ്രാണനെ വിടുമ്പോഴും എനിക്കും നിങ്ങൾക്കും വേണ്ടി പൊന്നു തമ്പന ഉടയപ്പെട്ടുള്ളൂ. അപ്പോഴെന്ത് ചെയ്യും? ആ മന്ദിരത്തിൻ്റെ ശിരസില മേൽത്തൊട്ട് അടിയോട് 2 ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ, ശ്രദ്ധിച്ച് കേൾക്കണമേ, പലതും ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശേഷം കല്ലറകളെ വിട്ട് വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷ. എന്നെ കേൾക്കുന്ന ഈ 2 അനുഭവങ്ങളിൽ ആ പ്രാണനെ വിടുന്ന സമയങ്ങളിൽ അവരുടെ ജീവിതത്തിൽ യേശു കർത്താവ് ചെയ്ത കാര്യവും, കാരണം സ്റ്റേഫാനോസിൻ്റെ വിഷയത്തിൽ കൊടുക്കുന്ന സമയത്ത് അവർ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ. 1 ക്ഷമയുടെ വിഷയം, 2 സഹിഷ്ണുത, വിശ്വാസം, 3 ജ്ഞാനം. ഈ അനുഭവങ്ങളിൽ നിന്നുകൊണ്ടാണ് അവരുടെ അവസാന സമയങ്ങളിൽ പ്രാണനെ വിടുവാനിടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യ ഭാഗങ്ങൾ വായിച്ചത് നമ്മുടെ പത്രോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ ആദ്യം ചിന്തിച്ച വിഷയം ഇതായിരുന്നു. കാരണം നമ്മൾ പറയുന്നത്, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്ത് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ ഫരമേൽപ്പിക്കണം. പുതിയ നിയമവിശ്വാസി നിങ്ങളും ഞാനും സൃഷ്ടാവിങ്കൽ ഫരമേൽപ്പിക്കണം, നന്മ ചെയ്തുകൊണ്ട് ഏൽപ്പിക്കണം. അതിന് ചെയ്യാനായിട്ട് 2-3 കാര്യങ്ങൾ നമുക്ക് ഈ പകൽക്കാലം ചെയ്താൽ. ഒന്നാമത് ക്ഷമയുണ്ടാകണം. ഈ അന്ത്യകാലത്ത് നമുക്ക് അത്യന്താപേക്ഷിതമായി വേണ്ടിയ കാര്യം 1 ക്ഷമയാണ്. 2 സഹിഷ്ണുതയും വിശ്വാസവും ഉണ്ടാകണം. 3 ജ്ഞാനം ഉണ്ടാകണം. ഇതില്ലെന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അവസാനത്തോളം സഹിച്ചു നിൽപ്പാനൊക്കത്തില്ല. ഈ കഷ്ടതയുടെയും പ്രതികൂലങ്ങളുടെ നടുക്ക് നമ്മളൊരു സ്നേഹത്തിൽ ഞാൻ പറയും, ഈ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 21-ാം അധ്യായം എടുക്കുമ്പം യേശു കർത്താവ് അന്ത്യകാലത്ത് സംഭവിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ അവസാനം ഇങ്ങനെ 17-19 വാക്യങ്ങളിൽ വായിക്കാൻ കഴിയും. എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും, നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോകില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. നിങ്ങൾ ക്ഷമ കൊണ്ട്, അവിടെ നിങ്ങളുടെ ക്ഷമ കൊണ്ട് മാത്രമേ നിങ്ങളുടെ പ്രാണനെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ നാളുകളിൽ നമ്മൾ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ, കർത്താവിൻ്റെ വേലയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ പ്രാണനെ നേടും. നിങ്ങളൊക്കെ അവിടെ ക്ഷമ കൂടിയേ മതിയാകും. നിങ്ങൾക്ക് അവിടെ ക്ഷമ ഉണ്ടാകണം. ആ ക്ഷമ കൊണ്ട് കാരണം അവസാനത്തോളം സഹിച്ചു നിൽക്കണമെങ്കിൽ ഈ ക്ഷമ വേണം. അവസാനത്തോളം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണോ, നിങ്ങൾക്ക് ക്ഷമ വേണം. ആ ക്ഷമ ഉണ്ടാകണം. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടണ്ട. ആ സമയത്ത് നിങ്ങൾ പള്ളികളിൽ വലിച്ചുകൊണ്ട്
തട്ടിക്കൊണ്ടുപോയി നിങ്ങളെ ഉപദ്രവിക്കുക, നിങ്ങളെ കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടം ശ്രദ്ധിച്ചുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഞാൻ ഒരു മുന്നൊരുക്കമിടുക. അവിടെ എന്തു സംഭവിക്കും, എന്തു പറയണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ തക്ക സമയത്ത് എൻ്റെ വാക്കും ശക്തിയൊക്കെ ദൈവം തരും. എങ്ങനെ സ്തേഫാനോസിന് കൊടുത്തോ, എങ്ങനെ സ്തേഫാനോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നിന്ന് തൻ്റെ പ്രാണനെ പരമേൽപ്പിക്കുമ്പോൾ ധൈര്യത്തോട് ചെയ്തതുപോലെ യേശു കർത്താവ് കൽവരി ക്രൂശിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം നിന്നെ കൈവിട്ടെന്ന് ഭയങ്കരമായിട്ട് വിളിക്കുമ്പോഴും പൊന്നുത്തമ സ്വർഗം തുറന്നത് കണ്ടോ. എന്നെ കേൾക്കുക, അത്ഭുതങ്ങൾ നടക്കുവാൻ, അടയാളങ്ങൾ നടക്കുവാൻ, വീരപ്രവൃത്തി നടക്കുവാൻ തക്കവണ്ണം ഒരാത്മാവിൻ്റെ നിറവ് അവിടെ സ്തേഫാനോസ് കണ്ടു. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പൗലോസിനെ കുറിച്ച് അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ് പൗലോസിനെ കുറിച്ച്, നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടത്. പിൽക്കാലങ്ങളിൽ കാണുന്ന ചില അധ്യായങ്ങൾ വായിച്ചു കഴിയുമ്പോൾ വരുന്നു പരിശുദ്ധാത്മ പൂർണ്ണനായി ഉറ്റു നോക്കി. എന്നെ കേൾക്കുന്നു, ഇതേപോലെ ആത്മാവിൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ നമ്മളെല്ലാം ചിന്തിക്കുക, ഈ ഒരു പരിശുദ്ധാത്മൻ്റെ നിറവും ഈ പരിശുദ്ധാത്മൻ്റെ സാന്നിധ്യത്തിൽ നിന്നാൽ മാത്രമേ ഈ അന്ത്യകാലത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാണനെ നേടുവാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയും. എന്തിനാണ് ഇത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനുഷികമായി പ്രതികരിക്കുന്നതുകൊണ്ട്, നമ്മൾ മാനുഷികമായി ഇടപെടുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ പ്രാണൻ നഷ്ടപ്പെട്ടു പോകാം. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങൾക്ക് പ്രാണനെ നേടാം. യേശു കർത്താവാ പറഞ്ഞത്. അതുകൊണ്ട് പ്രാണനെ നേടാൻ കഴിയും, വൻകാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നിങ്ങൾ ആ സമയത്തോട്ട് ഭാരപ്പെടേണ്ട, നിങ്ങൾ അന്ത്യകാലത്തെ വെച്ച് പ്രയാസപ്പെടേണ്ട, അതൊന്നും കേട്ട് ഭാരപ്പെടാനില്ല. അവിടെ നിങ്ങൾ പ്രാർത്ഥിക്കും, കർത്താവേ ആ ക്ഷമ, ദൈവികമായ ക്ഷമ കർത്താവ് നമുക്ക് കാണിച്ചു തന്ന കാൽവരി ക്രൂശിൽ ചെരിഞ്ഞ കർത്താവ് അവസാനത്തുള്ളി ചോരയെ മൂറ്റിത്തന്ന് നമ്മൾ വീണ്ടെടുത്ത് കാണിച്ച സ്നേഹത്തിൻ്റെ അനുഭവമൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് ആത്മാവിൻ്റെ നിറവിൽ നിങ്ങൾ പ്രാർത്ഥിക്കാം. അവിടെ നിന്നുണ്ട് നമുക്ക് വെളിപാട് പുസ്തകം വരുമ്പോൾ അതിന് 13:8 തൊട്ട് വായിക്കുമ്പോൾ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഭൂവാസികളൊക്കെയും അതിനെ നമസ്കരിക്കുക. ചെവിയുള്ളവൻ കേൾക്കട്ടെ. അടിമയാക്കി കൊണ്ടുപോകുന്നവർ അടിമയായി പോകും, വാൾ കൊണ്ട് കൊല്ലുന്നവൻ വാളാൽ മരിക്കേണ്ടി. ഇവിടെ അത് കഴിഞ്ഞിട്ട് പറയും, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ടാണ്. ഇവിടെ ആണ് ശ്രദ്ധിക്കണം, ഇവിടെ വിശുദ്ധന്മാരുടെ സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. കാരണം ഈ ഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ, ഈ ഘട്ടത്തിൽ വിശ്വാസത്തിൽ പതറിപ്പോകാതെ തളർന്നു പോകാതിരിക്കണം നിങ്ങളും ഞാൻ ചെയ്യേണ്ടത്. നിങ്ങൾക്കും എനിക്കും സഹിഷ്ണുത ഉണ്ടാകണം, വിശ്വാസവും ഉണ്ട്. ഒന്ന് നമ്മൾ ക്ഷമയെക്കുറിച്ച് ചിന്തിച്ചു. ഇവിടെ പറയുന്നു സഹിഷ്ണുതയും വിശ്വാസവും കൊണ്ട് ആവശ്യം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ഈ നാളെ ദൈവത്തോട് ചോദിക്കാൻ കഴിയുമോ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ. ഈ സഹിഷ്ണുത എല്ലാത്തിലും ജഡികമായിട്ടും നമ്മൾ പ്രതികരിക്കരുത്. യേശു കർത്താവ് ചെയ്തതുപോലെ, അല്ലെങ്കിൽ സ്തേഫാനോസൊക്കെ കണ്ട് അവന്ത്യ നാളുകളിൽ അനുഭവിച്ച പോലത്തെ അനുഭവത്തിൽ നമുക്ക് വരാൻ കഴിയും. വെളിപാട് പുസ്തകം 14 വരുമ്പോൾ അത് തന്നെ പറയുന്നു, ദൈവകൽപ്പനയും യേശുവിലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അവിടെയും പറയുന്നു സഹിഷ്ണുത ഇവിടെ കൊണ്ട് ആവശ്യം. എപ്പോഴും ചെയ്യാൻ പറ്റും. അത് 13 തന്നെ വീണ്ടും 16 വരുമ്പോൾ പറയുന്നു, അത് ചെറിയവരും വലിയവരും സമ്പന്നന്മാരും ദരിദ്രന്മാരും സ്വതന്ത്രന്മാരും ദാസന്മാരും എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിയിലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിൻ്റെ പേരോ പേരിൻ്റെ സംഖ്യയോ ആയ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാൻ വയ്യാതാവും. ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം. അവിടെ ഈ പറയുന്നത് ഈ ജ്ഞാനം കൊണ്ട്, ഈ ജ്ഞാനം ഏതു ജ്ഞാനോ എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. ശരിക്കും ശ്രദ്ധിക്കണം, നിങ്ങൾക്കും വേണ്ടി ക്രിസ്തു യേശുവിലുള്ള ജ്ഞാനം, ക്രിസ്തുവിൻ്റെ ജ്ഞാനത്താൽ, ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ, ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ, ക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ നിറഞ്ഞില്ല എങ്കിൽ ഈ അന്ത്യകാലത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, ഇന്ന് വരെയും യേശുവിനെ അറിയാത്തവർ നിങ്ങളെ ഭയപ്പെടുത്തുവാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്ത്, ക്രിസ്തുവിനോടുകൂടി നിങ്ങൾ കഷ്ടമില്ല. ക്രിസ്തു ചില മാതൃകൾ നമുക്ക് കാണിച്ച് തന്നിട്ടാ പോയ ആ മാതൃക പ്രകാരം നാം ജീവിച്ചാൽ നമ്മുടെ മേൽ ദൈവിക സാന്നിധ്യം പകരും, നമ്മുടെ മേൽ കൃപ പകരും. അന്ത്യനാളിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവസാനത്തോളം സഹിച്ചു നിൽക്കണമോ? എന്നെ കേൾക്കുന്ന പ്രിയ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക്. ഒരു അന്ത്യകാലം, ദുർഘടകാലങ്ങൾ വരും, ഭൂകമ്പങ്ങളും മഹാമാരിയും പ്രളയങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ അന്ത്യകാലത്തിലേക്ക് ഒരു പ്രിയമുള്ളവരെ, നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ സ്നേഹത്തോടെ ഈ പെട്ടകത്തിനകത്തേക്കൊന്ന് കയറും. ഈ സുവിശേഷം കേൾക്കുമ്പോൾ ഈ പെട്ടകത്തിന് ക്രിസ്തുവിൻ്റെ അടുത്തേക്കൊന്ന് വാ. അവൻ്റെ അകത്തേക്ക് വന്നാൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാവാൻ അധികാരം കൊടുത്തു. അവൻ്റെ അടുത്തേക്ക് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് അവന് ജീവനുണ്ട്, അവന് നിത്യജീവൻ. അവൻ ഇവിടെ മരിച്ചാലും ജീവിക്കും. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പോലെ ക്രിസ്തു മൂലം, ക്രിസ്തുവേശുവിലാകുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്തു. അങ്ങനെ ഈ വരുന്ന കഷ്ടത്തിൽ ഞാൻ മുന്നോടിയായിട്ട് നിങ്ങളോട് പറയുന്നു, പ്രിയമുള്ളവരെ, നിങ്ങൾ
ഞാനും പതറിപ്പോകല്, നിങ്ങൾ ഞാനും തളർന്നു പോകല് ചെയ്യാതിരിക്കണമെങ്കിൽ ക്രിസ്തുവിനെ നോക്കുക. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനെ യേശുവിനെ നോക്കി മുന്നോട്ട് പോകാനൊരു കാൽച്ചുവട് വെക്കണമെങ്കിൽ പൊന്നു തമ്പുരാൻ നമുക്ക് ഒത്തിരി മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ഇന്ന് പകൽക്കാലം നിങ്ങളെ ഭയപ്പെടുത്തുവാനല്ല, ഒരു അന്ത്യകാലത്തിലേക്ക് കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുമ്പോൾ വളരെ വേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ആ വിശ്വാസത്തിലും ആ സഹിഷ്ണുതയിലും ജ്ഞാനത്തിലും ആ ക്ഷമയൊക്കെ ഒന്ന് പഠിച്ച് നിന്നില്ല എങ്കിൽ ദുർഘട സമയമാണ്. അതുകൊണ്ട് പ്രത്യേകം നിങ്ങളെ ഞാൻ ഓർപ്പിക്കും. 1 പത്രോസിൻ്റെ ലേഖനം 2:21-23 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാഴ്ചവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണം പറയും ന്യായമായി വിധിക്കുന്നവങ്കിൽ കാര്യം പരമേൽപ്പിക്കുക അത്രേ ചെയ്തത്. അപ്പം ന്യായമായിട്ട് വിധിക്കുന്ന കർത്താവിങ്കൽ കാര്യങ്ങളെ പരമേൽപ്പിച്ചു. എന്നെ കേൾക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളിന്ന് കഷ്ടം അനുഭവിക്കുന്നോ, നിങ്ങളിന്ന് പ്രയാസം ന്യായമായിട്ട് വിധിക്കുന്നെങ്കിൽ കാര്യമൊന്ന് പരമേൽപ്പിക്കും. പ്രയാസപ്പെടുന്നോ, ആരെങ്കിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നോ, നിങ്ങൾ ജഡത്തിൽ പോരാടരുത്. നിങ്ങൾക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടൊക്കെയാണ് തിരിച്ചറിയണം. കുടുംബത്തിൽ പോരാടാൻ പോകരുത്. ഭാര്യയോട് പോരാടല്, ഭർത്താവിനോട് പോരാടല്, കുഞ്ഞുങ്ങളോട്, അമ്മായിയമ്മയോട്, അമ്മായിയപ്പനോട്, മരുമകളോട് പോരാടല്, കുടുംബജീവിതം നിർത്ത. യേശുവിൻ്റെ നാമത്തിൽ ചിലതിനോട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പോരാട്ടമൊന്ന് നിർത്തിയിട്ട് ആത്മാവിലൊന്ന് കാണാം. അവരെ ഒന്ന് സ്നേഹിക്കുക, അവരെ ഒന്ന് അനുഗ്രഹിക്കാൻ പഠിച്ചാൽ വിടുതല. എന്തിനാ ഈ വചനങ്ങൾ പറയുന്നതെന്ന് പറയുമ്പോൾ, ഈ വചനങ്ങൾക്കകത്തൂടെ നിത്യത പ്രാപിക്കുക എന്നുള്ള എൻ്റെ ഈ മെസ്സേജിനകത്ത് എൻ്റെ കാതലായി എന്നെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യമിതത്തിൽ നിങ്ങളും ഞാനും നിത്യതയിൽ കാണണമെന്നുള്ള, നിങ്ങളെ ഒരുക്കിയെടുക്കുക എന്നുള്ള, ഒരുങ്ങാനുള്ള പ്രക്രിയകളായി പറയുന്നത്. കാരണം ന്യായവിധി ദൈവവിരോധത്തെ ആരംഭിപ്പാൻ സമയമായി. അത് ദൈവവിരോധത്തിൽ തുടങ്ങിയാൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താവെന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ ഒരുങ്ങണം പ്രിയമുള്ളവരെ. ന്യായമായിട്ടിനെ കഷ്ടം അനുഭവിക്കുന്ന നന്മ ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രാണനെ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കത്രേ വേണ്ടത്. ഇവിടെ പറഞ്ഞത് തന്നെ ശകാരിച്ചില്ലോ, തന്നെ ശകാരിച്ചോ? തിരിച്ച് ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറഞ്ഞോ? ഇല്ല. എന്തു ചെയ്തു? ന്യായമായിട്ട് വിധിക്കുന്ന പൊന്നു തമ്പുരാൻ്റെ അടുത്ത് കാര്യങ്ങൾ പരമേൽ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിഷയങ്ങൾ ഒന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ഒരു അന്ത്യകാലത്തിലേക്ക് വരുമ്പം പ്രാണൻ പോലും നഷ്ടപ്പെട്ടു പോകുന്ന, ആത്മാവ് നഷ്ടപ്പെട്ടു ഇടയാകാത്ത ആത്മാവിനെ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിക്കുന്ന പോലെ, സ്റ്റേഫാനസിൻ്റെ അനുഭവത്തിൽ നടന്നതുപോലെ, യേശു കർത്താവ് ചെയ്തതുപോലെ കർത്താവിൻ്റെ കയ്യിൽ കൊടുത്ത് സന്തോഷത്തോടെ പോകാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഏത് വിഷയത്തിലാണ് നിങ്ങൾ ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിലാണ് ഞങ്ങൾ ഞരങ്ങുന്നത്, ആ വിഷയത്തിൽ ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്ന അത് ഞരങ്ങിക്കൊണ്ടല്ല, സന്തോഷത്തോടു കൂടി കർത്താവിൻ്റെ നാമത്തെ പ്രതി ഇറങ്ങി തിരിച്ചാൽ സന്തോഷിക്കുക. ഇന്ന് പകൽക്കാലം ആണ് നിങ്ങളുടെ പ്രാണനെ പോലും ഒന്നും ചെയ്യാൻ, നിങ്ങളുടെ തലയിൽ രോമത്തെ പോലും ഒന്നും ചെയ്യാൻ ദുഷ്ടന് കഴിയത്തില്ല. കർത്താവ് പറഞ്ഞതാ. യുഗസംശേഷം നേരത്തെ വായിച്ചതുപോലെ കർത്താവ് പറഞ്ഞുകൊണ്ടാ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളത്, ഈ ദിവസങ്ങളിൽ എൻ്റെ നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ഇന്നും പകച്ചുകൊണ്ടിരിക്കുക, ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുക. അന്ത്യകാലത്തിലെ ലക്ഷണങ്ങളില്ല. അപ്പോൾ നിങ്ങളുടെ തലയിൽ ഒരു രോമം പോലും നശിച്ചു പോവുകയില്ല താനും. നിങ്ങൾ എന്ത് ചെയ്യും? ക്ഷമ കൊണ്ട് നിങ്ങളുടെ പ്രാണനെ നേടും. ക്ഷമ കൊണ്ട് പ്രാണന് വേണം, വിശ്വാസം വേണം, നമ്മുടെ സമയത്ത് സഹിഷ്ണുത വേണം. ഈ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചേ മതിയാകത്തുള്ളൂ. ജ്ഞാനം, ദൈവികമായ ജ്ഞാനം, ദൈവികമായ പരിജ്ഞാനം, ഉയരങ്ങളെ ജ്ഞാനം. ഈ ദിവസങ്ങളിൽ ചോദിക്കും, ഭർത്താവേ പരിശുദ്ധാത്മാവിൽ എന്നെ നിറച്ച്, അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറച്ച് വേണ്ടുപോലെ ഒന്ന് ജീവിപ്പാൻ എന്നെ പഠിപ്പിക്കണമേ. അതുകൊണ്ട് നമ്മൾ മുൻകാലങ്ങളിൽ എപ്പിസോഡിൽ ചിന്തിച്ചു, അവനവൻ തൻ്റെ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതായാലും തീയതായാലും അതിന് ഉള്ള പ്രതിഫലം നമുക്ക് ന്യായാസനത്തിന് മുമ്പ് നിൽക്കേണ്ടി വരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള പകൽക്കാലം നമുക്ക് ഒരുങ്ങാം. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുവാൻ ഇന്നുവരെയും രക്ഷിക്കപ്പെടാത്ത, ഇന്നുവരെ സ്നാനപ്പെടാത്ത ആരെങ്കിലും ഉണ്ട് നിങ്ങളോട്. കാരണം ഈ 3 കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ, ഒരു ടിക്കറ്റ് എടുത്തിട്ട് ഒരു വിദേശത്തേക്ക് പോകാൻ ഒരാൾ എയർപോർട്ടിൽ പോകുന്ന ഒരു അനുഭവം പോലെ ചിന്തിച്ചാൽ മതി. നമ്മൾ ടിക്കറ്റുണ്ട്, അകത്ത് കയറി ചെല്ലുമ്പോഴത്തേനും നമ്മൾ ആദ്യം കൊണ്ടൊരു ചെക്കിൻ കഴിഞ്ഞ് പോകുന്നത് പോലെയാണ് രക്ഷിക്കപ്പെടുന്നത്. ചെക്കിൻ കഴിയുമ്പോഴത്തേനും നമ്മൾ അടുത്ത രണ്ടാമത്തെ ഒരു സെക്യൂരിറ്റി ചെക്കിനുണ്ട്. സെക്യൂരിറ്റി ചെക്കിൻ നടക്കുന്നത് പോലെയാണ് സ്നാനപ്പെടുന്ന അനുഭവം. അത് കഴിഞ്ഞ് പിന്നെ ഒരു ബോർഡിംഗ് പാസ് കിട്ടുന്നതാണ് പരിശുദ്ധാത്മ അഭിഷേകത്താകുന്നത്. ആ അനുഭവത്തെ കിട്ടിയാൽ പിന്നെ തിരിച്ചിങ്ങോട്ട് വരാനൊക്കത്തില്ല. അവൻ പുതിയ സൃഷ്ടിയായി പിന്നെ പുറത്ത് പോയേ മതിയാകത്തുള്ളൂ. തിരിച്ചു വന്നാൽ അവൻ പിന്മാറ്റക്കാരനാണ്. അവൻ മാനസാന്തരം മടങ്ങി പിന്നെ അവനൊരു മാനസാന്തരപ്പെടാൻ ഒരവസരമില്ല. ആ ഫ്ലൈറ്റ്
പോകും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ 3 കാര്യം ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. കാരണം കർത്താവിൻ്റെ വരവ് സമയമാകുമ്പോൾ നമ്മൾ ഒരുങ്ങിയേ മതി. കാരണം നമ്മുടെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. നമ്മൾ അന്ത്യകാലം എത്തുമ്പോൾ ക്ഷമ കൊണ്ട് പ്രാണനെ നേടാൻ കഴിയും, സഹിഷ്ണുതയും വിശ്വാസം കൊണ്ട് പ്രാണനെ നേടാൻ കഴിയും, ജ്ഞാനം കൊണ്ട് പ്രാണനെ. ഇവിടേക്ക് ഇത് ആവശ്യമാണ്. അന്ത്യകാലത്ത് നിങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ച് പ്രാപിക്കുക. അത് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്തായിരിക്കും? നിങ്ങൾ ദൈവമക്കളായിരിക്കണം. അങ്ങനെ ദൈവമക്കളാവണമെങ്കിൽ യേശുവിനെ കൈക്കൊള്ളണം. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. വിശ്വസിച്ച് അവർ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ അത്ഭുതം ചെയ്യാൻ, അങ്ങനെ വിശ്വസിക്കുമ്പോൾ അവൻ്റെ കാൽപ്പാടുകളെ പിന്തുടരുവാൻ നമുക്കിടയും. അങ്ങനെ കർത്താവ് ചെയ്തു. എപ്പോഴും നമുക്ക് കർത്താവ് ചെയ്തത് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ ക്രിസ്തുവിലാകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഞാൻ സ്നേഹത്തോടും നാളിൽ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മളെല്ലാവരും ക്രിസ്തുവേശുവിൽ ഒന്നിച്ച് കൂടണം, ഒന്നിച്ച് കാണുവാൻ സ്വർഗം ഇടയാക്കണം. ഇന്ന് പകൽക്കാലം സ്നേഹത്തോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തെ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട. നിങ്ങളുടെ ഒരു അന്ത്യനാളിനെക്കുറിച്ചും അന്ത്യനാളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാളിൽ നിങ്ങൾ ഒരുങ്ങിയിരിക്കുക. എല്ലാ സമയത്തിലും തക്ക സമയത്ത് സ്വർഗത്തിലെ പൊന്നു തമ്പുരാൻ നിങ്ങളുടെ നാവിന്മേൽ തരും. ഇപ്പോഴത്തെ കഷ്ടത്തെ ഓർക്കേണ്ട, പ്രയാസങ്ങൾ. വൃദ്ധന്മാർ നിമിത്തമോ ആ കാലം ചുരുങ്ങും. വൃദ്ധന്മാർ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരായി മാറുക. നിങ്ങൾ വിശുദ്ധന്മാരെ, അങ്ങനെ നിങ്ങൾ വിശുദ്ധന്മാരായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പീഡയുടെ കാലം ചുരുങ്ങും. അന്ത്യനാളിനെ കുറിച്ചാണ് പറയുന്നത്. കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന പ്രിയമുള്ള നിങ്ങൾ ഞാൻ ഒരു ഒരുക്കമായിക്കോട്ടെ. ഇന്ന് പകൽക്കാലം ഈ കേൾപ്പിച്ച വചനങ്ങൾ നിങ്ങൾക്കൊരു അനുഗ്രഹമായിട്ട് നിങ്ങളെ ബലപ്പെടുത്തുവാൻ, നിങ്ങളെ ശക്തീകരിക്കുവാനായിക്കോട്ടെ. നിങ്ങൾ സ്നേഹത്തോടെ പറയും. ഇന്നുവരെയും യേശുവിൻ്റെ അനേക നാമധേയ ക്രിസ്ത്യാനിത്വത്തിൽ വന്നവരുണ്ട്, അല്ലാത്തവർ ഒത്തിരി പേര് ഈ മെസ്സേജ് കേൾക്കണം. നിങ്ങളോട് ഞാൻ സ്നേഹത്തിലും യേശുവിൻ്റെ അടുത്തേക്ക് വന്നാൽ ആ പൊന്നു തമ്പുരാൻ്റെ സമാധാനത്തോട്, അല്ലെങ്കിൽ എന്തിയാ ഈ ചുറ്റുപാടും സോഷ്യൽ മീഡിയയിൽ വായിക്കുന്ന അനേക കഷ്ടങ്ങൾ വായിക്കും. അനേകം ഭയമാ, മരണഭയമാ. നാളെ എന്ത് സംഭവിക്കും, നാളെ എന്താ സംഭവിക്കുന്നത് ഭാരപ്പെടാതെ നിങ്ങളെ വിളിച്ചതയും വിശ്വസന നിങ്ങൾ കർത്താവിൽ ബലപ്പെട്, നിങ്ങൾ ആത്മാവിൽ ബലപ്പെട്, പരിശുദ്ധാത്മൻ്റെ ശക്തിയാൽ നിറഞ്ഞ. നേരത്തെ പറഞ്ഞു ആ ബോർഡിംഗ് പാസ് കിട്ടിയതുപോലെ പരിശുദ്ധാത്മൻ്റെ നിറവിലിരിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയും, നിങ്ങളുടെ മേലൊരു അസാധാരണ ദൈവശക്തി ഈ എപ്പിസോഡിൽ, ഈ ഉച്ചയ്ക്ക് കേൾക്കുന്ന 2:30 മുതൽ കേൾക്കുന്ന ഈ എപ്പിസോഡിനകത്ത് ഒരു അസാധാരണമായി ദൈവശക്തി ഈ നാളുകളിൽ ദൈവം പകർന്നോടി ഇനിയും ദൈവം അത് ചെയ്യാൻ പോകണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവർ വലിയ സന്തോഷത്തോടെ ഇരിക്കുമെങ്കിൽ പ്രാർത്ഥനയോടൊരു ദൈവം നിങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി ഇതിന് പൊന്നു തവണ. നിങ്ങൾ ഏത് വിഷയമായിക്കോട്ടെ, പക്ഷേ ആ വിഷയങ്ങൾക്ക് അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥന ചോദിക്കുമ്പോൾ, ആ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും ഒറ്റ വിഷയമില്ല. നിങ്ങളുടെ ഭൗതികത്തിന് വേണ്ടി മാത്രമല്ല ഞാൻ പറയാം. നിങ്ങൾ ഭൗതിക വിഷയമായിരിക്കും എന്നോട് പ്രാർത്ഥന ചെയ്യും, പക്ഷേ ഞാൻ ഭൗതിക വിഷയത്തോടുകൂടി ഞാൻ ഇത് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ആത്മീയ സമ്പന്നത. ഭൗതികം അവിടെ കിടക്കട്ടെ, പല വിഷയങ്ങളുണ്ട് ഭൗതികമുണ്ട്, ഭൗതികത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ആ ഭൗതികത്തെക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ആത്മാവിൽ സമ്പന്നരാകണം. നിങ്ങൾക്ക് ആത്മാവിൽ ജീവൻ പ്രാപിക്കണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാൻ തക്കണം ദൈവം നിങ്ങളെ ഇടയാക്കണം. കാരണം ന്യായമായിട്ട് വിധിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട്, നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, നിങ്ങൾ അനുതാപത്തോടുകൂടി ഈ പൊന്നു തമ്പുരാൻ്റെ അടുത്ത് ഇന്നുവരെയും ദൈവത്തോട് പറ, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ ജീവിതത്തിലെ പാപങ്ങൾ കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. എത്ര പേർക്ക് ഏറ്റു പറയാൻ മനസ്സുണ്ട്? ധൈര്യമായിട്ട് പറ. കാരണം അതുകൊണ്ട് 1 യോഹന്നാനെ പറയും, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, നമ്മൾ അനുതാപത്തോടെ ഏറ്റുപറയും ദൈവം ക്ഷമിക്കും. നിങ്ങളുടെ പാപം എത്ര രക്താംബരം പോലെ ചുമപ്പാണേൽ ഞാനത് ഹിമം പോലെ വെളുപ്പിക്കാമെന്ന് പറഞ്ഞാൽ, എന്തിന് വീണ്ടും വീണ്ടും ഈ പാപത്തിൻ്റെ കുഴി കിടക്കും? പ്രിയമുള്ളവരെ, ഒന്ന് പുറത്ത് വാ. ഈ പാപപങ്കിലമായ ജീവിതം വിട്ടിട്ട് നിനക്കൊരു ജീവൻ വേണോ, നിനക്കൊരു സന്തോഷം വേണോ, നിനക്കൊരു സമാധാനം വേണോ, യേശുവിൻ്റെ അടുത്തേക്ക് വാ. യേശുവിൻ്റെ രക്തത്തിന് മാത്രമേ ശുദ്ധീകരിപ്പാൻ കഴിയൂ, മറ്റൊരുത്തനിൽ രക്ഷ. അതുകൊണ്ട് പത്രോസ് അസന്നിഗ്ധമായിട്ട് വിളിച്ചു പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൽ മനുഷ്യരുടെ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ നാമം ഞങ്ങൾ വിളിച്ചു പറയുന്നത്. നിങ്ങളോട് സ്നേഹത്തോടെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. രക്ഷയിൽ വന്നവരുണ്ട്, വിശ്വാസത്തിൽ വന്നവരുണ്ട്, ഈ നാളുകളിൽ കൃപയിൽ നിൽക്കുന്നു. നിങ്ങളൊന്ന് ബലപ്പെട്ട് പരിശുദ്ധാത്മ നിറഞ്ഞ് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാൻ സ്വർഗം ഇടയാകട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മൾ ആദ്യം ചിന്തിച്ചതുപോലെ ആ വിഷയത്തിലേക്ക് ഒന്നുകൂടെ കടന്നു വരാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിൽ ന്യായവിധി വാതുക്കൾ നിൽക്കുന്ന എൻ്റെ പ്രിയമുള്ളവർ, പലപ്പോഴും ന്യായവിധി വരുമ്പോൾ നമ്മൾ തള്ളിക്കളയും. ഇപ്പോൾ ദൈവമൊന്നും ചെയ്യത്തില്ലതേ, ദൈവമൊന്നും കാണുന്നില്ലേ, ഈ ചുറ്റുപാട് കേൾക്കുന്ന മ്ലേച്ഛതകളും അനീതികളും അധർമ്മങ്ങളെല്ലാം കണ്ടുകൊണ്ട് പലരും പറയും നിൻ്റെ ദൈവം എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ പൊന്നു തമ്പുരാൻ്റെ മനസ്സ് പറഞ്ഞു വളരെ അടുത്ത് നിൽക്കുന്നു. പ്രിയമുള്ളവർ, അത് ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയം. അത് നമ്മിലൊക്കെ തുടങ്ങിയാൽ സുവിശേഷം അനുസരിക്കാത്തവരുടെ ആ
അവസാനം എന്താ? പ്രിയമുള്ളവരെ, ഒന്ന് സുവിശേഷം അനുസരിക്കാമോ? എത്രയോ വചനങ്ങൾ കേട്ടു. നിങ്ങളൊന്ന് സുവിശേഷം അനുസരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഭാഗത്തേക്ക് വന്ന് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറഞ്ഞാൽ ഇന്നു പകൽക്കാലം ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് ഒരല്പനേരം ദൈവത്തോട് പറ, യേശുവേ അങ്ങൻ്റെ ജീവിതത്തിലേക്ക് തന്നെ, യേശുവേ ഞാനൊരു പാപിയ സമയം അവിടെ നിന്ന് കാൽവരി കുരിശ് മരിച്ചു, എനിക്ക് വേണ്ടി അങ്ങ് കാൽവരി കുരിശു, എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, എനിക്ക് വേണ്ടി മൂന്നാം നാൾ ഉയർത്തുന്നു. ആ യേശു അങ്ങ് വീണ്ടും വരും, എന്നെയും എടുക്കണേ. പ്രത്യാശയോടെ അയക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒറ്റ കാര്യം ചെയ്യുന്നു. ദൈവേഷ്ടപ്രകാരം കഷ്ടം നിങ്ങൾ അനുഭവിക്കുന്നെങ്കിൽ, അത് സഹിക്കുന്നുവെങ്കിൽ, അത് നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസനെ സൃഷ്ടാവുക. ഇതാ വിശ്വാസ ജീവിതത്തിലായവരോട് പറയാനുള്ള ഉപദേശം. കർത്താവിൻ്റെ പരമേൽപ്പിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുക. ദൈവം വലിയതായിട്ട് ഒരു നിമിഷ നേരം കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്നായ ഞങ്ങളുടെ ദൈവമേ, നന്ദിയോടെ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നപ്പച്ച ഈ പ്രിയമുള്ളവർക്കായിട്ട് വിശേഷാൽ 2:30 മുതൽ കർത്താവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ എപ്പിസോഡ് ശ്രവിക്കുന്ന നിരന്തരമായി കാണുന്ന ഈ പ്രിയമുള്ളവരെയും അവരുടെ കുടുംബങ്ങളെയും തലമുറകളെ എളിയവൻ കർത്താവിൻ്റെ കരത്തിൽ ഏൽപ്പിച്ച് എളിയവൻ ഇടിവിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ഈ മക്കളോട് കരുണ കാണിക്കണമേ. അവരുടെ ജീവിതത്തിലെ പാപങ്ങൾ, കുറവുകളെല്ലാം ദൈവം ക്ഷമിച്ചു കൊടുക്കണമേ. അവരുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ. അവരുടെ ആത്മീയമായൊരു സമ്പന്നത കൊടുക്കണമേ. യേശുവേ, അവിടെ അങ്ങേ അറിയുവാനുള്ള ഭാഗ്യം കൊടുക്കണമേ. രക്ഷിക്കപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, പരിശുദ്ധ നിറയാൻ എല്ലാം ദൈവം കൃപ കൊണ്ട് അവരുടെ കുടുംബങ്ങൾ, അവരുടെ ബന്ധുക്കൾ, ചാർച്ചകൾ എല്ലാവരും യേശുവിനെ അറിയാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കും. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ നിറയപ്പെടുന്ന, രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ ഇന്നു പകൽക്കാലം എൻ്റെ കർത്താവെ ആണിപ്പെടുന്ന കരം തൊട്ട് സൗഖ്യമാക്കണേ. യേശുവിൻ്റെ അടിപ്പിണരാനുള്ള സൗഖ്യത്തിൻ്റെ ശക്തി ഇപ്പോൾ കർത്താവെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയമുള്ളവരുടെ വ്യാപരിയുടെ അവരുടെ ശിരസുമോ ഉള്ളം കാല് വരെ ദൈവത്തിൻ്റെ പരിശുദ്ധ സാന്നിധ്യം വ്യാപരി ആത്മാവിൻ്റെ ശക്തിയെ നിറയ്ക്കണം. എളിയും പ്രാർത്ഥിക്കുന്ന പിതാവെ, അവിടെ നിങ്ങൾ ചെയ്തതിനായി സ്തോത്രം. എല്ലാ അഭിഷിക്ത ദൈവദാസന്മാർക്കായിട്ട് സ്തോത്രം, എല്ലാ സഭകൾക്കായിട്ട് സ്തോത്രം, എല്ലാ ദേശങ്ങൾക്കായിട്ട് സ്തോത്രം. വലിയ വിടുതൽ ദൈവം കൽപ്പിക്കുന്നതിനായി സ്തോത്രം. നന്ദിയോട് സ്തുതിക്കുന്ന കർത്താവെ, ഒരു വലിയ കൂട്ടം ജനം, എണ്ണിയാൽ ഒടുങ്ങാത്തൊരു പുരുഷാരം കർത്താവെ, ഹാലേലൂയ, നിത്യത്തിൽ കാണാൻ സ്വർഗം ഇടയാക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ആ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണി ഞങ്ങളെ വീണ്ടും ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവെ. നന്ദിയോട് സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടുക സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമ്മൾ തുടർമാനമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, രാത്രി 10 തൊട്ട് 11 മണിയുടെ ഗ്ലോബൽ പ്രയർ ടൈമിൽ നമുക്ക് ഒന്നിച്ചു കൂടാം, നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ഇടിവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളെ, നിങ്ങളുടെ നിങ്ങളുടെ സകല പ്രാർത്ഥന എനിക്കറിയത്തില്ല, സ്വർഗം കാണുന്നു, സ്വർഗം മറുപടിയിലും മുടങ്ങാതെ എല്ലാ തിങ്കളാഴ്ചയും രാത്രി 10 തൊട്ട് 11 മണിയുടെ ഗ്ലോബൽ പ്രയർ ടൈമിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു.